ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम का महिमा हो. പ്രകാരം ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷകരായി തീരുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തനായി ദൈവത്തെ നാം സ്തുതിക്കുകയാണ്. हमें नया नियम का सेवक बनने के लिए परमेश्वर ने हमें चुनकर अलग किया, इसलिए मैं प्रभु का धन्यवाद देता हूँ. പുതിയ നിയമത്തിലെ ശുശ്രൂഷകരായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ കാര്യ പദ്ധതികൾ യുഗങ്ങളിൽ എന്തായിരുന്നു, അത് ദൈവം എങ്ങനെ നിവർത്തിച്ചു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. परमेश्वर का युगानुयुग से जो इच्छा था, युगानुयुग से जो परमेश्वर का युक्ति था, वो क्या है, परमेश्वर वो प्रकट करने के लिए परमेश्वर को भाया. ये मैं इसके लिए मैं परमेश्वर का धन्यवाद പദ്ധതി അവൻ്റെ ദൈവം ഇപ്പോൾ സംസാരിക്കുന്ന ക്രിസ്തുവിലൂടെയാണ് ഇന്ന് ഈ യുഗത്തിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. तो ये युग में परमेश्वर बात कर रहा है, मसीह के द्वारा अपना मर्मों को परमेश्वर प्रस्ताव कर रहा है. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിലെ 1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ, इब्रानियों का पुस्तक 1 अध्याय 1 और 2 वचन हम जब भी पढ़ते समय में, हिब्रूज चैप्टर 1 verse 1 and 2, അവിടെ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. एक और 2 पढ़े हिंदी में. पूर्व युग में परमेश्वर ने बाप दादों से थोड़ा करके और भांति से भविष्यवक्ताओं के द्वारा बातें कर इन अंतिम दिनों में हमसे पुत्र के द्वारा बातें की. आमीन. जिससे उसने सारी वस्तुओं का वारिस ठहराया और उसी के द्वारा उसने सारी सृष्टि की रचना की. बस. അപ്പോൾ പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എന്ത് സംസാരിച്ചു, അതിനെയാണ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. तो हम देखें, बाप दादाओं से, भविष्य वक्ताओं से पुराने समयों में परमेश्वर थोड़े करके बात किया करते हैं, हम देखते हैं. उसका विभाजन है ये युगों का पूर्तिकरण होने का प्रबंध. ദൈവം നേരിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. ഓരോ വ്യക്തികളോടാണ് ദൈവം സംസാരിച്ച് ആ വ്യക്തികളാണ് സംവേദനം जनतोड़ ചെയ്തുകൊണ്ടിരുന്നത്. जब भी परमेश्वर लोगों से बात करते समय में परमेश्वर सीधा लोगों से बात नहीं करता था, पर परमेश्वर एक लोगों से बात करता था. उनके द्वारा बहुत लोगों से प्रभु बात करता था पुराने नियम में. അപ്പോൾ നമുക്ക് ഡിസ്പെൻസേഷൻ എന്താണെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കണം. ഡിസ്പെൻസേഷൻ അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. तो ये जो शब्द है डिस्पेंसेशन या फिर युगों का पूर्तिकरण होने का प्रबंध, जो वचन कहता है, മലയാളത്തിൽ ഒരു അർത്ഥം വന്നിട്ടില്ല ശരിക്കും. वो मलयालम और हिंदी में उसका एक शब्द एक रीति से आया नहीं है, पर इंग्लिश में डिस्पेंसेशन करके एक शब्द करके लिखा है. എന്നാൽ ഇതിന്റെ യഥാർത്ഥത്തിൽ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഒയ്ക്കനോമിയ എന്നാണ് ഗ്രീക്ക് പദത്തിൽ പറയുന്നത്. OIKONOMIA. ओइकोनोमिया. तो इसका डिस्पेंसेशन का ग्रीक में वचन में जब भी लिखते समय में ओइकोनोमिया करके वर्ड यूज किया. അപ്പോൾ അത് പറയുമ്പോൾ ഹൗസ് ഹോൾഡ്, ഭവനത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്കണോമി, ഇതൊക്കെയാണ് ഈ इकोनॉमिया എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പദത്തിലുള്ള അർത്ഥം വരുന്നത്. तो वो ग्रीक जो यूनानी भाषा में इकोनॉमिया करके बोलते समय में वो एक भवन को दिखाता है, एक भवन या फिर एक इकोनॉमी या फिर एक स्टुवर्डशिप दिखाता. അപ്പോൾ ഈ सेवा दिखाता है. അപ്പോൾ ഒരു ഭവനത്തിലെ നിയമം എൻ്റെ ഭവനത്തിലെ നിയമം അല്ലായിരിക്കും ബ്രദർ പിന്നീട് ഭവനത്തിലെ നിയമം. ഓരോ ഭവനത്തിൽ ഓരോ നിയമവും ഒക്കെ ഉണ്ട്. ആ അർത്ഥത്തിലാണ് ഡിസ്പെൻസേഷനായി കർത്താവ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ദൈവം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഓരോ വ്യക്തിയിലൂടെ. तो हम ये डिस्पेंसेशन, ये युगों का शिक्षण जब भी हम करते समय में हम देखते हैं भवन करके उसका असलियत में मीनिंग आता है. तो हम देखते हैं कि अगर मेरा एक भवन है और ये भाई का एक भवन है, हम दोनों का भवन का नियम अलग रहेगा कि मैं सुबह मेरे भवन में ऐसा सब होना चाहिए, इनके भवन में कुछ और नियम रहेगा. वैसा अलग अलग नियम अलग अलग भवनों में देते समय में परमेश्वर के मन में अलग युगों में परमेश्वर अलग अलग नियम देते गए अपने लोगों को. ഇതിന് ഒരു ആരംഭമുണ്ട്, ഒരു അവസാനമുണ്ട് ഓരോ കാലഘട്ടത്തിലും, ഓരോ യുഗത്തിലും. तो हर एक युगों में एक आरंभ है और एक अंत है, एक शुरुआत है और एक अंत है. അപ്പോൾ ഈ ആരംഭവും ഈ അവസാന ഘട്ടവും പറയുമ്പോൾ ഇതിന്റെ ഓരോ ഏജ് എന്നാ പറയുന്നത്. അതിന് ഓരോ സുവിശേഷമുണ്ട്, ഓരോ ഡിസ്പെൻസേഷന്.
तो हर एक युग में परमेश्वर अलग अलग रीति से बात करता था, अलग अलग रीति का सुसमाचार से बात करता था, और वो हर एक युगों में परमेश्वर उसका प्रस्ताव करते रहता था। ഓരോ पुराने नियम ദൈവത്തിനും में। ദൈവത്തിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മനുഷ്യന് അവന് തന്നെത്താൻ അവനെ രക്ഷിപ്പാൻ കഴിയുകയില്ല, അവനൊരു വീണ്ടെടുപ്പാരൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഓരോ യുഗത്തിലും ദൈവം മനുഷ്യരോട് ഓരോ വ്യക്തികളോട് സംസാരിക്കുന്നത്. पर हर युग में परमेश्वर एक ही बात हमेशा बार बार कहता था कि तुम अपने आप को बचा नहीं सकते, इसलिए परमेश्वर को ये कुछ कार्य करना पड़ेगा। അല്ലേ? യെസ് യെസ്, മാൻ നീഡ് എ റെഡീമർ. रेडी मरा അതുകൊണ്ട് ഈ छुटकारा। ആ ഈ അർത്ഥത്തിൽ അപ്പോസ്തലൻ പൗലോസിനാണ് ഈ യാഥാർത്ഥ്യം വെളിപ്പെട്ട് വന്നത്. ഈ ഡിസ്പെൻസേഷൻ അർത്ഥം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അപ്പോസ്തലൻ പൗലോസാണ് ഇത് വെളിപ്പെട്ട് വന്നത്. तो ये डिस्पेंसेशन या फिर युगों का शिक्षण जब भी हम बोलते समय में, तो प्रेरित पौलुस को इसका प्रकटीकरण मिला। क्या है ये युगों का शिक्षण? अलग अलग युग में परमेश्वर कैसे अलग अलग रीति से बात करता था। നമുക്ക് തന്ന ഈ ബുക്ക്ലെറ്റിൻ്റെ ഇതിനകത്ത് യുഗങ്ങളുടെ ഒരു പിക്ചർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. तो हमारे बुकलेट में वो युगों का अलग अलग पिक्चर बताया गया, पेज 18 में 18. അപ്പോൾ ഇതിനകത്ത് ഉള്ള കാര്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് വെളിപ്പെട്ട കാര്യമാണ്. മിലേനിയത്തിൻ്റെ കാര്യത്തിൽ പൗലോസ് വെളിപ്പെട്ടത് എഫേസ്യർ 1:10 പറയുമ്പോൾ, तो कोलोसियों എഫേസ്യൻസ് 1:10 एफेसियों का पुस्तक 1:10 में जब पौलुस इस युगों का शिक्षण के बारे में बोलते समय में उधर डिस्पेंसेशन करके वाक्य लिखा है। वो हिंदी और मलयालम में वो शब्द ठीक से आया नहीं है। എഫേസ്യൻസ് 1:10 एफेसियों का पुस्तक 1:10 ഇംഗ്ലീഷിൽ വായിച്ചാൽ നല്ലതായിരിക്കും. इंग्लिश में पढ़े कोई? That is the dispensation of the fullness of time. हाँ, ഫുൾനെസ് ഓഫ് ടൈം. जब भी वो हिंदी में भी पढ़े ടൈം എന്ന് പറയുമ്പോൾ മിലേനിയം 1000 വർഷക്കാലം കർത്താവ് റൂൾ ചെയ്യുന്ന അതിൻ്റെ കാര്യമാണ് പൗലോസ് ഈ ഡിസ്പെൻസേഷൻ ഓഫ് മിലേനിയം, Fullness of time. डिस्पेंसेशन ऑफ फुलनेस ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ. യെസ്. तो 1:10 पढ़े हिंदी में। समय के पूरे होने का ऐसा प्रबंध हो हाँ। कि जो कुछ स्वर्ग में है और जो हाँ। कुछ पृथ्वी पर है सब कुछ वह मसीह में एकत्र करे। हाँ, Yeah. तो ये समय का സകലവും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. ये समय को पूर्ण होने का जो प्रबंध ये क्या है, 1000 साल जब ये परमेश्वर एक राज्य स्थापना करेगा, उस विषय में पौलुस बोल रहा है कि मसीह में सब कुछ एक करना। ഇതാണ് 1000 ആണ്ട് വാഴ്ചയുടെ ആ ഡിസ്പെൻസേഷനെ പറ്റി പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. ഏഴാമത്തെ വിഷയമാണ്. तो ये दूसरा विषय है प्रेरित पौलुस, ये युगों का शिक्षण, ये युग, ये समय का पूर्तिकरण होना क्यों जरूरी है, पौलुस कहता है। കാരണം സകലവും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഹൃദയ ആഗ്രഹമാണ് ഇവിടെ പൗലോസ് प्रतिपादिക്കുന്ന विषय। ये पौलुस इसीलिए कहता है कि सारी चीजें मसीह में एकत्र होना या फिर मसीह में एक होना, ये पौलुस उनको उसको प्रकटीकरण मिलकर पौलुस उधर कह रहा है। അത് സഭയുടെ റാപ്ചറിന് ശേഷം പീഡനകാലം കഴിഞ്ഞ ശേഷം 1000 ആണ്ട് കർത്താവ് വീണ്ടും രാജ്യം ഭരിക്കുമ്പോഴുള്ള കാര്യത്തെപ്പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്। पौलुस ये बोलते समय में ये विषय में बोलना चाहता है कि जब ये कलीसिया उठा लिया जाएगा, तो महापुत्र आने के बाद 1000 साल जब परमेश्वर की शांति में, परमेश्वर का धार्मिकता में जब प्रभु इधर राज्य करेगा, उस राज्य का विषय में पौलुस कह रहा है। പിന്നെ എഫെസ്യ ലേഖനം 3:2 അവിടെ എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് एफेसियों 3 का 2 पढ़े दो में पढ़ो, हिंदी में, इंग्लिश में पढ़ो। यदि तुमने परमेश्वर के उस अनुग्रह के प्रबंध का समाचार हाँ। सुना हो, तो इंग्लिश। तुम्हारे लिए मुझे दिया गया। प्रबंध का इंग्लिश में कैसे डिस्पेंसेशन ऑफ ग्रेस ऑफ गॉड, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപയുടെ സുവിശേഷം। विशेषण। तो അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നത്, കൃപയിലാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്നത്। तो उधर भी जब भी अनुग्रह का प्रबंध बोलते समय में डिस्पेंसेशन करके शब्द है, उसका मतलब क्या है? Grace. एक युग का शुरुआत हुआ जहाँ पे अनुग्रह चालू है या फिर अनुग्रह चल रहा है, अनुग्रह का नियम चल रहा है। ഇതാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്। तो ये है अनुग्रह का प्रबंध। പിന്നെ പൗലോസ് പറയുന്നത് പൗലോസ് ലേഖനം 1:25-26 വാക്യങ്ങളിൽ कोलोसियों का पुस्तक 1 का 25 और 26 हम पढ़ते समय में, कोलोसियंस चैप्टर 1 वर्स 25 एंड 26,
അവിടെയും ഈ ഡിസ്പെൻസേഷനെ പറ്റി യുഗങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ തലമുറകൾക്ക് പറഞ്ഞു കിടന്ന മർമ്മം അതാണ് ഏജ് വ്യവസ്ഥയെ പറ്റി പറയുന്നത്, ന്യായപ്രമാണത്തെ പറ്റി പറയുന്നത്. तो 2526 में उधर दिख रहे कि एक मर्म है जो युगानी युग से छुपा हुआ है, ढका हुआ है. वो व्यवस्था के विषय में, पुराने नियम में व्यवस्था में ये सब ढका हुआ था करके पौलुस बोल रहा. അപ്പോൾ ഈ ഡിസ്പെൻസേഷൻ എന്ന വിഷയത്തെ യഥാർത്ഥത്തിൽ നമുക്ക് വരച്ച് കാട്ടിയത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസിലൂടെയാണ് നമുക്ക് വചനം ലഭിച്ചത്. तो वचन जब भी पढ़ते समय में ये अनुग्रह का प्रबंध या फिर अनुग्रह का ये जो युग है, ये युग का प्रकटीकरण पौलुस के द्वारा परमेश्वर दिया. ഇനി നമുക്ക് ഈ പിക്ചറിലേക്ക് പോകുമ്പോൾ जब भी हम वो पिक्चर के पास वापस आते समय में वो कवनेंट का, ഇതിനകത്ത് ഒന്നാമത്തെ ഡിസ്പെൻസേഷൻ കാണിക്കുന്നത് ആദാമിക് കവനന്റ് ആണ്, ഇന്നസെൻസ് എന്നാണ് പറയുന്നത്. तो वो कवनेंट का चार्ट जब भी देखते समय में उधर क्या लिखा है कि आदम का व्यवस्था, वाचा, आदम को बांधा हुआ वाचा. ഇത് ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ ഉൽപ്പത്തി പുസ്തകം 3:24 വരെയുള്ള വാക്യങ്ങളിൽ ആണ് പറയുന്നത്. ഇതിന്റെ ടൈം പീരീഡ് ക്രിയേഷൻ ഓഫ് മനുഷ്യന്റെ വീഴ്ച എപ്പോൾ സംഭവിച്ചു അതുവരെയാണ് ഈ ഇന്നസെന്റ് എന്ന പദം അല്ലെങ്കിൽ ഒന്നാമത്തെ ഡിസ്പെൻസേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. तो पहला एक युग है जो आदम से जब ये परमेश्वर वाचा बांध रहा है, आदम का निर्माण से लेकर आदम पाप करने तक, वो पहला युग का एक वाचा हम देखते हैं. तो वो उत्पत्ति 1 का 26 से लेकर उत्पत्ति 3 का 24 तक, जेनेसिस 1 वर्स 26 टू जेनेसिस 3 वर्स 24, ये जो युग है तब तक मनुष्य केवल एक साधारण एक इनोसेंट मनुष्य था, मासूमियत में जीने वाला मनुष्य था. ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ आदम को जब भी परमेश्वर वो- निर्माण किया, വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത്. കൺഫേംഡ് ഹോളിനെസ് ആയില്ല, ഹോളിനെസ് ആയിട്ടാണ് സൃഷ്ടിച്ചത്, ഹോളി ആയിട്ടാണ് സൃഷ്ടിച്ചത്. तो जब भी परमेश्वर ने मनुष्य को सृष्टि किया, आदम को सृष्टि किया, तो वो एक पवित्रता का पूर्णता में सृष्टि निर्माण नहीं किया, पर पवित्र ठहरा कर सृष्टि किया. ആ പവിത്രയുടെ പൂർണ്ണതയിൽ ആദാം എത്തണമായിരുന്നെങ്കിൽ ഒരു വ്യവസ്ഥ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. पर आदम को पवित्र बनाने के बाद पवित्रता का पूर्णता में अगर आदम को प्रवेश करना था, पूर्णता में पहुंचना था, तो उधर परमेश्वर ने एक व्यवस्था उधर स्थापना किया. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കണം എന്നുള്ള ആയിരുന്നു വ്യവസ്ഥ. तो व्यवस्था क्या था? जीवन का वृक्ष से तुम फल खाना और दूसरे में से ना അതാണ് खाना. ഈ ഒന്നാമത്തെ ഡിസ്പെൻസേഷനിലെ സുവിശേഷം എന്ന് പറയുന്നത്, ആ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു. तो पहला ये जो युग है, जो आदम का व्यवस्था का युग, जब भी हम बोलते समय में ये जो जीवन का वृक्ष से तुम खाना, ये मसीह को दर्शाता है कि तुम जीवन से भरने का इच्छा परमेश्वर को था मनुष्य. എന്നാൽ ഈ ഹോളിനെസ്സിലെ സൃഷ്ടിക്കപ്പെട്ട അല്ലെ ആദാമിന് അത് ഹോളിനെസ് കൺഫേം ആകണമായിരുന്നെങ്കിൽ അവന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കണമായിരുന്നു. तो ये पवित्रता में ही सृष्टि किया हुआ आदम को अगर पवित्रता का पूर्णता में अगर प्रवेश करना था या फिर पूर्णता में पहुंचना, वो मुकाम में पहुंचना था, तो उसको वो जीवन का वृक्ष से उसको खाना पड़ता था, वो खाना जरूरी था. എന്നാൽ വൃക്ഷത്തിന്റെ ആ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷത്തിന് എല്ലാ ഫലവും കഴിക്കാം. എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു വൃക്ഷത്തിന്റെ ഫലം, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത് എന്ന്. तो इस विषय में परमेश्वर ने मनुष्य को, आदम को ये व्यवस्था दिया या फिर ये आज्ञा दिया कि तुम सारे वृक्षों से खाओ इस एदन बगीचे के, पर एक ही वृक्ष से ना खाना, वो अच्छी बुरी जानने का, वो जानकारी का जो वृक्ष है, भलाई और बुराई का ज्ञान का वृक्ष. എന്നാൽ സാത്താൻ സൂത്രശാലിയായിരുന്നു, തന്ത്രശാലിയായിരുന്നു. മനുഷ്യന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ അവൻ കൺഫേംഡ് ഹോളി ആയി തീരും, അവന്റെ തന്ത്രങ്ങളൊന്നും നടക്കുകയില്ല എന്ന് മനസ്സിലാക്കി അവൻ പല അവസരങ്ങൾ ഉപയോഗിച്ചു, പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ആ തന്ത്രത്തിൽ മനുഷ്യൻ വീണുപോയി.
तो शैतान जानता था कि अगर मनुष्य जीवन का वृक्ष से खाने लगे तो वो पवित्रता का मुकाम में या फिर पूर्तिकरण में पहुंच जाएगा। तो उस ज्ञान की वजह से शैतान नहीं चाहता था कि मनुष्य वो वृक्ष से खाए। ഈ തന്ത്രത്തിലെ മനുഷ്യൻ വീണുപോയി ദൈവത്തെ അവൻ അവിശ്വസിച്ചു, സാത്താന്റെ വാക്കിനെ അവൻ വിശ്വസിച്ചു. तो इस बहकावे में मनुष्य गिर गया। शैतान का शब्दों को मनुष्य ने विश्वास किया और परमेश्वर का शब्दों को मनुष्य ने आदम ने तिरस्कारा। ഇവിടെയാണ് മനുഷ്യന്റെ വീഴ്ച തുടങ്ങുന്നത്. यहाँ से मनुष्य का गिरना या फिर मनुष्य पाप में गिर गया। ഇവിടെയാണ് ദൈവം അവിടെ പറയുന്നത്, ഞാൻ സ്ത്രീയുടെ സന്തതിയെ ജനിപ്പിക്കുമെന്ന് ദൈവം അവിടെ പ്രവചിക്കുകയാണ്. तो उधर है परमेश्वर, उधर एक भविष्यवाणी कर रहा है। जब ये श्राप देते समय में, जब ये शैतान को श्राप देते समय में एक भविष्यवाणी परमेश्वर खुद कर रहा है कि इस स्त्री का बीज से एक संतान जन्म लेगा, वो तुम्हारे सर को कुचलेगा। എന്നാൽ ദൈവം അവിടെ തന്നെ ഒരു യാഗം അർപ്പിച്ച് ആദാമിനെയും ഹവ്വയെയും അവരുടെ നഗ്നത അവിടെ മറയ്ക്കുകയാണ്. ഈ യാഗം ദൈവം തന്നെ ചെയ്യുമ്പോൾ ദൈവം അത് ക്രിസ്തുവിന്റെ നിഴലായിട്ടാണ് അത് ചെയ്യുന്നത്. മനുഷ്യൻ ആ മൃഗത്തിന്റെ തൊലി ഒഴിച്ച് മനുഷ്യന്റെ നഗ്നതയെ മറപ്പിച്ച് അവിടെ ഒരു രക്തം ചിന്തി ആ രക്തത്താൽ അവർക്ക് ആ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. तो अभी क्या हुआ, पाप के वजह से जब भी उनका नग्नता प्रकट हुआ, उनको मालूम पड़ा कि वो नग्न है, तो परमेश्वर क्या किया, उधर परमेश्वर ही खुद एक बलि कर उनको क्या किया, उनका नग्नता छुपाया और उनको एदन बगीचे से बाहर किया। उधर एक लहू बहाने का अवस्था आया कि उनका नग्नता ढके। ഇവിടെയാണ് ദൈവം പ്രവചിക്കുന്നത് സ്ത്രീയുടെ സന്തതി സാത്താന്റെ കുതികാലത്ത് അറക്കുമെന്നുള്ളത്. അപ്പോൾ സ്ത്രീയുടെ സന്തതി സീഡ് ഓഫ് വുമൻ എന്നാ പറയുന്നത്. तो उधर एक स्त्री का जो बीज है तुम्हारा सर को कुचलेगा, तो उधर स्त्री का बीज करके लिखा। യഥാർത്ഥത്തിൽ നമ്മളെ ശാസ്ത്രീയ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് ഗ്രഹിക്കാൻ വലിയ വിഷമമുള്ള കാര്യമാണ്. എങ്ങനെ സ്ത്രീയുടെ സന്തതിയിൽ ഒരു പുരുഷ പ്രജ അല്ലെങ്കിൽ ഒരു പ്രജ ജനിക്കുമെന്നുള്ളത്. तो ये आज हम शास्त्र पढ़े, हम साइंस में इतना, टेक्नोलॉजी में इतना बढ़े, तो भी किसी को भी ये समझ में नहीं आएगा। अगर कोई बोला तो स्त्री का कुछ बीज है, उसमें से एक कोई जन्म लेगा करके बोलेगा तो कोई विश्वास नहीं करेगा। ബീജമുള്ളത് പുരുഷനിലാണുള്ളത്. तो ये जो बीज है पुरुष में रहता है। ഒരു പുരുഷനും സ്ത്രീയും സംവേദിച്ചെങ്കിൽ മാത്രമേ ഒരു നെക്സ്റ്റ് ജനറേഷൻ അവിടെ ജനിക്കുകയുള്ളൂ. तो उसमें अगर एक संतान जन्म लेना तो दोनों पुरुष और स्त्री को दोनों को मिलना जरूरी है। स्त्री अकेले में ही एक संतान को जन्म नहीं दे सकती। ഇവിടെയാണ് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ജനനം ദൈവം പ്രവചിക്കുന്നത് ഇവിടെ. तो इधर ही परमेश्वर पहले ही एक संतान, कोई भी संतान जन्म लेने से पहले ही परमेश्वर उधर एक सुपरनैचुरल अलौकिक कार्य परमेश्वर ही इधर प्रकट कर रहा है कि स्त्री का एक बीज आएगा, वो इस सर को कुचलेगा। അവിടെ ആദാമിനും ഹവ്വയ്ക്കും ആദ്യ കയീൻ ജനിച്ചിട്ടില്ല. तो उधर आदम और हव्वा को अब तक कईन जन्म नहीं लिया, कोई बच्चे नहीं हुए। അതിനു മുമ്പുള്ള ദൈവത്തിന്റെ പ്രവചനമായിരുന്നു ഇത്. तो उससे पहले परमेश्वर ने उधर भविष्यवाणी किया मसीह के बारे में कि एक स्त्री का बीज आएगा। ഈ പ്രവചനം ഹവ്വ ശ്രദ്ധയോടെ കേട്ടിരുന്നു. तो ये जो भविष्यवाणी हव्वा खास रीति से सुनी। അപ്പോൾ ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ जब അവൻ കൺഫേംഡ് ഹോളിനെസ്സിലേക്ക് ആയിത്തീരണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം, അത് അവൻ പരാജയപ്പെട്ടു പോയ തലത്തിൽ ദൈവം അവിടെ അവന്റെ സന്തതിയെ ജനിക്കാൻ ദൈവം അവിടെ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി ദൈവം തീരുമാനിച്ചു.
तो उधर जब परमेश्वर ये भविष्यवाणी करते समय में परमेश्वर क्या मन में रख के हृदय में रख के भविष्यवाणी कर रहा है, क्योंकि मनुष्य जो उद्देश्य से परमेश्वर ने आदम को बनाया था कि मनुष्य अभी पवित्रता का मुकाम में पहुंचेगा, वो जीवन का मुकाम में पहुंचकर वो बढ़ेगा। ये जब उसमें मनुष्य जब हार गया तो तभी परमेश्वर उधर भविष्यवाणी करके कहता है कि एक स्त्री का बीज आएगा जो ये सब पूर्तिकरण कर कर ये मुकाम में पहुंचेगा। ദൈവത്തിൻ്റെ തീരുമാനം ഒന്നും പെട്ടെന്നുള്ള തീരുമാനമല്ല. സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ലംഘനത്താൽ താഴെ വീണപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു അവൻ മനുഷ്യനെ ചതിക്കും, മനുഷ്യൻ ദൈവത്തിന് റിബലായി തീരുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമായിരുന്നു. जब भी लूसीफर जब भी वो पाप कर कर उसे स्वर्ग से धकेला गया, तभी परमेश्वर को पता था कि यही सर्प, यही शैतान आकर मनुष्य को बहकाएगा, उसको पाप में लेकर आएगा। ആ സാത്താൻ്റെ ചതിയിൽ പെട്ടുപോയ മനുഷ്യൻ പിന്നെ ആ ഇന്നസെൻ്റ് എന്ന പദത്തിൽ നിന്ന് മാറി പിന്നെ ദൈവം പറയുന്ന കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കണം എന്നുള്ള കാര്യമാണ് പിന്നെ ഡിസ്പെൻസേഷൻ്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത്. हाँ, तो अभी ये जो युगों का शिक्षण हम करते समय में, ये प्रबंध का शिक्षण जब भी हम करते समय में, आदम का गिरने तक वो क्या था, आदम मासूम था, वो मासूमियत में परमेश्वर ने एक वाचा बांधा था आदम के साथ। उसमें से जब आदम गिरा तो क्या हुआ, उसको एक दोषी विवेक आने लग गया, तो उसका विवेक क्या हो गया, जागृत हो गया, तो वो कॉन्शियंस उधर आ रहा है, तो वो डिस्पेंसेशन ऑफ कॉन्शियंस हो रहा है, मतलब उधर एक विवेक का युग उधर शुरू हो रहा है, विवेक उधर शुरू हो रहा है मनुष्य का. ഈ ഉൽപ്പത്തി പുസ്തകം 4:1 മുതൽ ഉൽപ്പത്തി പുസ്തകം 8:14 വരെയാണ് ഈ കോൺഷ്യൻസിൻ്റെ അത് അല്ലെങ്കിൽ ഫോൾ ഓഫ് മാൻ ടു ഫ്ലഡ് അതുവരെയാണ് ഈ കോൺഷ്യൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. तो ये जो विवेक का युग जब भी बोलते समय में, ये मनुष्य का पाप में गिरने का समय से लेकर वो महाप्रलय नोआ के समय तक वो क्या हो गया, मनुष्य का पाप इतना बढ़ गया कि उसका विवेक मरा हुआ अवस्था तक पहुंच गया, इसलिए वो विवेक का एक युग उधर चालू हो गया. ഇവിടെ അവൻ്റെ കോൺഷ്യൻസ് അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. നന്മ തിന്മകളെ അറിഞ്ഞ് ആണ് മനുഷ്യൻ. അപ്പോൾ ദൈവം അവിടെ പറയാണ് മനുഷ്യന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളത് കണ്ട് ദൈവം അനുദപിച്ചു എന്നാണ് ദൈവം പറയുന്നത്. तो हम देखते हैं कि मनुष्य पाप में इतना गिर पड़ा कि उधर परमेश्वर ही उधर कह रहा है छह में कि परमेश्वर उधर उसको परमेश्वर बनाने के लिए मनुष्य को बनाया, इसलिए परमेश्वर पछता रहा है. उस अवस्था तक मनुष्य का पाप का मुकाम पहुंच गया था. അവിടെയാണ് ദൈവം പ്രളയം അയച്ച് ആ ജനത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നത്. तो वो उस युग का अंत प्रभु कैसा कर रहा है, परमेश्वर कैसा कर रहा है, एक महाप्रलय लाकर, एक न्याय लाकर उस युग उधर वो व्यवस्था को उधर प्रभु उधर खत्म कर रहा है. മനുഷ്യനെ കൊല്ലുന്നു, അവൻ്റെ വിവേകത്തിൽ ഒരു ദോഷവും അവന് സംഭവിക്കുന്നില്ല. എന്തിനും മനുഷ്യനെ കൊല്ലുന്നു. കയീൻ ഹാബേലിനെ കൊല്ലുന്നു. എന്നാൽ ഹാബേൽ അവൻ്റെ ആ രക്തത്തിന് പ്രതികാരമായി യഹോവയോട് യാചിക്കുന്നു. അങ്ങനെയൊക്കെ ആ വിവേകം കറക്റ്റായിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു आदमिक तो हाबेल वरे അല്ലെങ്കിൽ ജലപ്രളയം വരെയുള്ള യുഗം എന്ന് പറയുമ്പോൾ. तो क्योंकि मनुष्य पाप में गिर गया था, मनुष्य का पाप इतना अधिक बढ़ गया था, उसका मुकाम इतना अधिक पहुंच गया था, उसका मनुष्य का विवेक तो जाग गया, पर पाप के कारण क्या हो गया, वो विवेक दोषी होकर वो नम होने लगा, वो उसका विवेक मर गया कि वो पाप किया तो भी उसका विवेक में दोष अभी लगने का अवस्था हट गया था. और जब कैन ने क्या किया, उसका नफरत के वजह से आबेल को मार दिया. आबेल क्या कैन के खिलाफ बात करने लगे. तो नोआ के समय तक, महाप्रलय तक क्या हुआ, उधर परमेश्वर का वो मनुष्य का विवेक उतना सुन्न हो गया था. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6:5 ദൈവം പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. उत्पत्ति 6:5 पढ़े, 6:5 और 6:5. यहोवा ने देखा कि मनुष्य की बुराई पृथ्वी पर बढ़ गई है. हाँ. और उनके मन के विचार में जो कुछ उत्पन्न होता है वह निरंतर बुरा ही होता है. हाँ. और यहोवा पृथ्वी पर मनुष्य को बनाने से पछताया और वह मन में अति खेदित हुआ. ഈ ദോഷമുള്ള തലമുറയിൽ
ആണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന് അതിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നത്. ऐसा जब भी प्रभु ने देखा कि मनुष्य का पाप इतना बढ़ गया था, इतना उसका दुष्टता बढ़ गया था, उसके बीच में उस जनरेशन के बीच में प्रभु ने नोआ को परमेश्वर का अनुग्रह मिला. ഇവിടെ ദൈവം നോഹയോട് പറയുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ആ പെട്ടകത്തിൽ നീയും നിന്റെ കുടുംബവും പക്ഷിമൃഗാദികളും പ്രവേശിക്കണം, നീയും നിന്റെ കുടുംബവും ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കണം എന്നുള്ളത്. तो उधर प्रभु नोआ को वो अनुग्रह मिलने के बाद परमेश्वर नोआ से कहता है कि तू अभी एक जहाज बना के तू और तेरा कुटुंब वो जहाज के अंदर प्रवेश कर, और जो आने वाला महाप्रलय से तू और तेरा परिवार बच जा करके परमेश्वर ने नोआ को कहा था. ഇത് ദൃഷ്ടാന്തമായി ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൃഷ്ടാന്തമായി സഭയാണ് കാണിക്കുന്നത്. तो ये एक परछाई के रूप में मसीह को दिखाता है और कलीसिया को दिखाता है. ഓരോ ഡിസ്പെൻസേഷന്റെയും സുവിശേഷം ക്രിസ്തുവിലാണ് ദൈവം കണ്ടുകൊണ്ടിരുന്നത്. हर एक युगों का प्रबंध डिस्पेंसेशन में परमेश्वर मसीह का एक परछाई हर एक युग में परमेश्वर रखा है. പിന്നത്തെയാണ് നോഹാറ്റിക് കവനന്റ്, സൈൻ ഓഫ് റെയിൻബോ. നോഹാറ്റിക് കവനന്റ് പറയുമ്പോൾ അതിന് സെൽഫ് ഗവൺമെന്റ് എന്താ പറയുന്നുണ്ട് ഈ പിക്ചറിൽ. तो ये हम चार्ट में देखते हैं, वो नोआनिक कवनेंट, परमेश्वर ने जो नोआ से व्यवस्था बांधा कि अभी से मैं इधर ये इससे न्याय नहीं करूंगा, वहां से एक युग का शुरुआत हो रहा है. वो है सेल्फ गवर्नमेंट. खुद का इच्छा से चलने वाला एक युग शुरू हुआ. मनुष्य खुद का इच्छा से चलने लगा. നോഹയിൽ തുടങ്ങിയ ഒരു പുതിയ പരമ്പര അവിടെ ആരംഭിക്കുകയാണ് പ്രളയത്തിന് ശേഷം. तो वो महाप्रलय के बाद नोआ से एक नया वहां से एक कुटुंब का शुरुआत हुआ. ഇവിടെ ഈ സെൽഫ് ഗവൺമെന്റിന്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇവിടെ ആർക്ക് ഓഫ് നോഹയുണ്ട്. ആ ആർക്ക് ഓഫ് നോഹ എന്ന് പറയുമ്പോൾ പെട്ടകമുണ്ട്. ആ പെട്ടകത്തിൽ നോഹ കുടുംബവും രക്ഷപ്പെട്ടു. തുടർന്ന് നോഹയിലൂടെ ഒരു പരമ്പര അവിടെ ജനിക്കുകയാണ്. तो नोआ का इसमें उधर एक महाप्रलय हुआ, उसके बाद से एक कुटुंब वो प्रलय से बच गया, उधर से एक कुटुंब का शुरुआत हो रहा है, एक जीवन का शुरुआत हो रहा है. ഉൽപ്പത്തി പുസ്തകം 8:15 മുതൽ ഉൽപ്പത്തി പുസ്തകം 11:22 വരെയാണ് ഇതിന്റെ പ്രതിപാദ വിഷയം, ഈ സെൽഫ് ഗവൺമെന്റ് പ്രതിപാദ വിഷയം. तो ये युग का शुरुआत उत्पत्ति जेनेसिस 8 का 15 से लेकर ഉൽപ്പത്തി പുസ്തകം 11:22 വരെ, फिर 15 का 22 तक ये युग का हम देखते हैं. ये युग परमेश्वर ने उस युग एक अलग युग था. ഇവിടെ ദൈവം വിഭാവന ചെയ്ത ഗവൺമെന്റ്, ദൈവം മനുഷ്യനെ നേരിട്ട് ഭരിക്കുന്ന ഒരു തരത്തിൽ ദൈവം വിഭാവന ചെയ്ത ഒരു ഗവൺമെന്റാണ് नोहाटिक कवनेंट पर उद्देशिക്കുന്നത്. तो नोआ के साथ बांधा हुआ व्यवस्था का अर्थ ये क्या है कि परमेश्वर अभी एक कुटुंब से परमेश्वर व्यवस्था बांधकर बात कर रहा है, एक जन से प्रभु व्यवस्था बांधकर. ദൈവം നോഹയിലൂടെ ദൈവം ഉദ്ദേശിച്ചത് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഗവൺമെന്റ് അവിടെ ഭരിക്കണം. ആ രീതിയിലാണ് ദൈവം ആഗ്രഹിച്ചത്. परमेश्वर का इच्छा ये था कि नोआ के द्वारा ये, क्योंकि प्रलय वो परमेश्वर ने वो न्याय लाने के बाद अभी नोआ से परमेश्वर का इच्छा पूरा हो, परमेश्वर का उस राज्य का इच्छा पूरा हो, शासन उधर प्रकट हो, इसीलिए परमेश्वर चाहता था. എന്നാൽ ഈ കാര്യത്തിൽ മനുഷ്യൻ അവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. उधर इस बात में भी मनुष्य हार गया. അവിടെ വേറൊരു മനുഷ്യൻ അവിടെ എഴുന്നേൽക്കുകയാണ്, നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ. तो नोआ के समय के बाद उधर एक व्यक्ति उधर जागृत हो रहा है, उधर खड़ा हो रहा है, निम्रोद करके एक व्यक्ति जागृत हो रहा है. അവൻ സകല മനുഷ്യരെയും ഒരു സ്ഥലത്ത് കൂട്ടി വരുത്തുന്നു. तो निम्रोद क्या कर रहा है? हर एक व्यक्तियों को एक जगह, हर एक दुनिया के सारे लोगों को एक जगह पे उसने इकट्ठा किया. നമുക്ക് ഒരു സംസാരം, ഒരു ഭാഷ, നമുക്കൊരു ബാബിലോൺ പണിയാമെന്ന് പറഞ്ഞ് അവർ ആകാശത്തോളം അവർ ദൈവത്തെ വെല്ലുവിളിച്ച് ഒരു ബാബിലോൺ പണിയാൻ അവർ തുടങ്ങുകയാണ്.
तो उधर उधर उनका घमंड क्या था कि हम सब एक ही परिवार है, एक ही भाषा के लोग हैं, तो हम एकत्र ही रहेंगे और एक बड़ा सा इमारत बनाएंगे जो स्वर्ग की ओर जा रहा है, परमेश्वर की ओर जा रहा है। ദൈവത്തിൻ്റെ സൃഷ്ടിയെ വെല്ലുവിളിക്കുന്ന നിമ്രോദ്. निम्रोद क्या कर रहा है? परमेश्वर का सृष्टि और परमेश्वर को वो चुनौती दे रहा है, चुनौती कर रहा है. Yes. थैंक यू. നിമ്രോദ് അവിടെ അന്യ ആരാധന അല്ലെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കുന്ന ആ സ്ഥിതിയിലേക്ക് നിമ്രോദ് ജനത്തെ കൊണ്ടുവരുന്നു. तो निम्रोद क्या कर रहा है? वो अन्य आराधना, परमेश्वर की ओर का आराधना हटकर अन्य जीवियों को और अन्य देवों को आराधना करने का सिस्टम वो निम्रोद लेकर आ रहा है. ഏക ഭാഷ, ഏക അവരുടെ ഐക്യത, ഇതെല്ലാം അവർ ദൈവത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് അവർ ബാബിലോൺ പണിയുന്നു. तो हम एक ही भाषा के लोग हैं, एक ही कुटुंब के लोग हैं, हम एकत्र ही रहेंगे, ये बोलकर परमेश्वर को वो लोग चुनौती कर रहे हैं कि हम एक भवन बनाएंगे बड़ा सा. അവിടെ ഒരു മതത്തെ നിമ്രോദ് അവിടെ സ്ഥാപിക്കുന്നു. तो उधर एक ही धर्म को निम्रोद उधर स्थापना कर रहा है ആ ദൈവത്തിന് വിരുദ്ധമായ ഒരു മതം, जो परमेश्वर के खिलाफ है. അത് ബിംബാരാധനയായ മതത്തെ നിമ്രോദ് അവിടെ സ്ഥാപിക്കുകയാണ്. तो उधर एक मूर्ति पूजा उधर निम्रोद शुरुआत कर रहा. അങ്ങനെ അവിടെ ദൈവം വീണ്ടും ഒരു നൈവേദ്യം അവിടെ അയക്കുകയാണ്. മനുഷ്യന്റെ ഭാഷയെ ദൈവം അവിടെ കലക്കി കളയുന്നു. तो उधर परमेश्वर एक और न्याय मनुष्य के ऊपर लेकर आ रहा है कि जो है मनुष्य का भाषा को परमेश्वर उधर मिक्स कर रहा है, मिला रहा है. ഇന്ന് ലോകങ്ങളിലുള്ള എല്ലാ ബിംബാരാധനയുടെയും പിന്നിൽ നിമ്രോദാണ് ഉള്ളത്. तो आज देखा जाए तो हर एक मूर्ति पूजा के पीछे निम्रोद का एक हाथ था. पूरा एक इतिहास पढ़े तो ഈ നിമ്രോദിന്റെ കാലഘട്ടത്തിലാണ് ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ന്റെ അവസാനത്തിൽ തേരവിന്റെ പറ്റി പറയുന്നത്. ഉൽപ്പത്തി 11-ന്റെ 31-ൽ തേര തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറയും കൂട്ടി കൽദേര പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്ത് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേര ഹാരാൻ വെച്ച് മരിച്ചു. അപ്പോൾ ദൈവം അടുത്ത ഒരു ഡിസ്പെൻസേഷൻ തുടങ്ങുമ്പോൾ ഈ അബ്രഹാം ആരായിരുന്നു എന്ന നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. तो अभी परमेश्वर उधर एक नया युग का शुरुआत उधर ला रहा है. तो नोआ के बाद अभी क्या हुआ? निम्रोद आकर क्या कर रहा है? परमेश्वर का परमेश्वरत हटाकर बाकी अन्य देवों को, अन्य मूर्तियों को पूजा करने का अवस्था वो लेकर आकर अभी क्या कर रहा है? इस मूर्ति पूजक अवस्था के बीच में परमेश्वर एक कुटुंब को अलग कर रहा है. वो जेनेसिस 11 उत्पत्ति 11 का 31 और 32, 31 और 32 जब हम पढ़ते समय में उधर 13 अपना परिवार और कुटुंब को लेकर वो बाहर निकलकर हारन में आकर रुक रहा. तो उधर परमेश्वर एक व्यक्ति को उधर चुनने के पीछे उसका इतिहास हमें जानना जरूरी है. अब्राहम के बारे में हमें जानना जरूरी है. वो कौन है? കാരണം അബ്രഹാം ഈ ബിംബ ആരാധന അല്ലെങ്കിൽ ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേരൻ്റെ മകനായിരുന്നു. तो अब्राहम का अगर हम इतिहास पढ़े तो वो 13 एक मूर्ति पूजक था. मूर्ति पूजक का एक बेटा था, वो अब्राहम था. ഈ മൂർത്തി പൂജകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായ അബ്രഹാമിൻ്റെ യോഗ്യത അത് മാത്രമേ ഉള്ളൂ. അവനിൽ വേറെ യോഗ്യത ദൈവം നമ്മളാരും പതിനത്ത് കാണുന്നില്ല. എന്നാൽ ദൈവം തീരുമാനിച്ചു അബ്രഹാമിനെ തിരഞ്ഞെടുക്കണമെന്ന്. വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അബ്രഹാമിനോട് ഒരു സന്തതിയെ ഉൽപ്പാദിക്കപ്പെടണമെന്നും ഒരു ദേശം ഉൽപ്പാദിക്കമാണെന്നും ദൈവം തീരുമാനിച്ചു.
तो अभी देखते समय में अब्राहम एक मूर्ति पूजक का बेटा था, उस कुटुंब से आने वाला व्यक्ति था। तो उसका काव्य, उसका हम अब्राहम का देखा तो सिर्फ वही है उसके पास जो बोलने के लिए है, पर ये परमेश्वर को भाया, परमेश्वर को इच्छा हुआ कि मैं अब्राहम को बुलाऊंगा उसका लोगों के बीच में से, और मैं अब्राहम से वाचा बांधूंगा, अब्राहम से मैं उसको एक संतान दूंगा, और उस संतान के द्वारा अनेक कुटुंब उसको भूमि में दूंगा। ये परमेश्वर का इच्छा था, परमेश्वर ने वाचा बांधा। നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഉടമ്പടി ദൈവം അബ്രഹാമിനോട് ചെയ്യുകയാണ്. നിന്നാൽ ഒരു പ്രജ ഉൽപ്പാദിക്കുമാകും, നിന്നാൽ ഒരു ദേശം ഉൽപ്പാദിക്കുമാകും എന്നുള്ളത്. तो ഒരു ഉടമ്പടി. तो 12 का 1-2 पढ़ते समय में उधर परमेश्वर अब्राहम से कहता है कि तेरे द्वारा एक कुटुंब शुरुआत होगा और तेरे द्वारा ही एक राज्य स्थापना होगा करके परमेश्वर कह रहा है अब्राहम से, प्रभु कह रहा है। അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി അത് മാറ്റമില്ലാത്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇന്നും നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. तो ये जो व्यवस्था जो अब्राहम के साथ यहोवा ने बांधा, वो कभी हटने वाला व्यवस्था नहीं था, वो हमेशा के लिए स्थिर था। वो आज भी हम देखें तो वो है। സഭയുടെ അടിസ്ഥാനവും അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് സഭയുടെ അടിസ്ഥാനവും ഇരിക്കുന്നത്. तो कलीसिया का नींव देखा जाए तो अब्राहम को उस समय में जो परमेश्वर ने वाचा बांधा, उसमें कलीसिया का भी नींव है। അപ്പോൾ ഈ ഉടമ്പടി, രണ്ട് ഉടമ്പടിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം നോഹയുടെ ഉടമ്പടി ചെയ്തു, ഇനി ഞാൻ വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കില്ല. വേറൊരു ഉടമ്പടിയാണ് ദൈവം അബ്രഹാമിനോട് ചെയ്യുന്നത്, നിന്നാൽ ഞാൻ ദേശത്തെ അനുഗ്രഹിക്കും എന്നുള്ളത്. तो अभी देखा जाए तो नोआ के साथ परमेश्वर ने क्या वाचा बांधा कि अभी से मैं कभी भी पानी से न्याय नहीं करूंगा बोल के परमेश्वर ने वाचा बांधा। वैसे ही अभी यहोवा अब्राहम से वाचा बांध रहा है कि तेरे द्वारा मैं एक राज्य को स्थापना करूंगा, उत्पन्न करूंगा। എന്നാൽ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ടു പോരാനാണ് ദൈവം പറയുന്നത്. तो अभी प्रभु क्या कह रहा है अब्राहम को कि तू तेरे देश और तेरा लोगों को छोड़कर बाहर आ। നമുക്ക് അതിൻ്റെ വിവരണം കിട്ടണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ പുറപ്പാട് പുസ്തകം 18:2 വരെയാണ് ഈ അബ്രഹാമിക് കവനന്റിനെ പറ്റി നമ്മൾ കാണുന്നത്. तो अब्राहम के साथ किया हुआ वाचा, या फिर वो जो युग जो अब्राहम के साथ वाचा बांधा था, वो ये 2:1 से लेकर उत्पत्ति 12:1 से लेकर जेनेसिस 12:1 से लेकर एक्सोडस 1:2 तक है। എന്നാൽ വിട്ടുപോരാൻ പറഞ്ഞ ദേശത്ത് നിന്ന് അവർ ക്ഷാമം ഉണ്ടായി, പിന്നെ അവർ മടങ്ങി ഈജിപ്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. तो അടിമയിൽ വിട്ടുപോരാൻ പറഞ്ഞു, ക്ഷാമം ഉണ്ടായി, പിന്നെ അവർ ഈജിപ്തിലേക്ക് മടങ്ങി പോകുന്നു. तो क्या किए, जो लोगों को छोड़कर तुम बाहर आ, अब्राहम को बाहर आ जब बोलते समय में, और वो लोग ने क्या किया, वो जब भी अकाल भूमि में आया, जब भी अकाल इस कनान देश में आया, उन लोग ने क्या किया, आश्रय के लिए मिस्रैम में चले गए और उधर रहने लगे। ദൈവം പറഞ്ഞു വിട്ടുപോരാൻ പറഞ്ഞു, ഞാൻ കാണിക്കുന്ന ദേശത്ത് നീ പോകാൻ പറഞ്ഞു. അവർ കാണിക്കുന്ന ദേശത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്ഷാമം ഉണ്ടായി. എന്നാൽ ആ ക്ഷാമത്തിൽ അവിടെ നിലനിൽക്കാൻ ദൈവം പറഞ്ഞു, അവരവിടെ നിലനിന്നില്ല. തിരിച്ചവർ ദൈവത്തിൻ്റെ കൽപ്പന തിരസ്കരിച്ചുകൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. तो अभी क्या हो रहा है कि अब्राहम को जैसे बाहर आ, तेरे लोगों से बाहर आ जब बोलते समय में भूमि में अकाल आया, कनान देश में अकाल आया, तभी उन्होंने क्या किया, मिस्रैम पर आश्रय कर मिस्र देश में जाकर अपना कुटुंब बनाकर वहाँ पे रहने लगे। ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരാജയമാണ്. ദൈവം വിട്ടുപോരാൻ പറഞ്ഞു, എന്നാൽ നമ്മൾ അവരെ വിട്ടുപോരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കും, അത് നല്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വീണ്ടും പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. तो हम देखते हैं कि कई बार हमारे जीवन में यह अवस्था आता है कि प्रभु कुछ चीजें हमें छोड़ने बोलता है, वहां से बाहर निकलो करके बोलते समय में हम क्या करते हैं, हम वापस उसी पापों में उसी जगह पे हम मुंह फेर कर उस अवस्था पे चले जाते हैं। ദൈവം വിശ്വസ്തനാണ്. അബ്രഹാം അവിശ്വസ്ത കാണിച്ചപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ദൈവം ഒരിക്കലും മറന്നില്ല. तो परमेश्वर विश्वासी हो गए। अब्राहम जब भी अकाल आया तो अब्राहम क्या किया, भागकर मिस्र देश में जाकर रहकर अपने आश्रय उधर ढूंढते समय भी परमेश्वर अभी भी विश्वासी हो गए। अब्राहम से वो वाचा अभी भी रखा है। അബ്രഹാം മാത്രമല്ല, ഇസാക്കും യാക്കോബും യോസേഫും എല്ലാം അവർ ക്ഷാമം ഉണ്ടായപ്പോഴെല്ലാം അവർ ആശ്രയിച്ചു.
ഈ ഈജിപ്തിനെ. तो केवल अब्राम ही नहीं, अब अब्राम का बेटा इसहाक भी मिस्र में गया करके हम देखते हैं। और उनका बेटा याकूब और उनका बच्चे लोग भी, वो लोग क्या किए, जब अकाल आते समय में वो लोग मिस्र में भाग कर चले जाते थे। എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ഒരു വാഗ്ദത്ത സന്ധി ജനിക്കുമെന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. അത് ഇസാക്ക് എന്നാണ് അബ്രഹാം വിചാരിച്ചെങ്കിലും ദൈവത്തിന്റെ വിചാരമെല്ലാം ആ വാഗ്ദത്ത സന്ധി ക്രിസ്തു തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. जब भी अब्राम को एक बीज जन्म लेगा करके जब परमेश्वर बोलते समय में अब्राम समझा कि उसे जो इसहाक जन्म लिया वही वो बीज है, पर असलियत में परमेश्वर के मन में क्या है, जो बीज के बारे में परमेश्वर भविष्यवाणी कर रहा है वो मसीह के विषय में था। അവന് ദൈവം ഇസാക്കിന് ജന്മം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അബ്രഹാം ഇസാക്ക് ജനിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ യാഗം കഴിക്കണമെന്ന് പറയുന്നു. जब भी अब्राम को इसहाक जन्म लिया अब्राम के कुटुंब का, तो परमेश्वर क्या कर रहा है, ये जो पुत्र, ये जो बच्चा जिनसे तू इतना प्रेम करता है उसे तू बलि चढ़ा, होम बलि चढ़ा। ആ രീതിയിൽ ഇസാക്ക് വർഗമായിട്ട് പോവുകയാണ് യാഗം കഴിക്കാനായിട്ട്. അതെല്ലാം ക്രിസ്തുവിന്റെ നിഴലായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. तो उस समय भी जब भी अब्राम इसहाक को लेकर जा रहा है, इसहाक जा रहा है अब्राम के पीछे पीछे बलि होने के लिए, वो लकड़ा सब लेकर जाते समय में वो सब एक छाया का स्वरूप में परमेश्वर पुराने नियम में बता रहा था कि कैसा अपना पुत्रों को परमेश्वर दे देगा बलि देने के लिए। ഞാൻ പറഞ്ഞു, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസഫ് ഇവരെല്ലാം അവരെ വാഗ്ദത്ത നാടിനെ വിട്ട് അവര് ഈജിപ്തിനെ अभयमाकी। तो हम जैसे हम सुने कि अब्राहम, इसहाक, याकूब, उनके बच्चे कैसे वो आश्रय के लिए बार बार मिस्रैम में भाग कर जाते थे। ക്ഷാമം ഉണ്ടായപ്പോഴെല്ലാം അവർ ആകർഷിച്ചത് അവർ ദൈവത്തിന്റെ മുഖം നോക്കുമല്ലായിരുന്നു, മിസ്രൈമിലേക്ക് നോക്കി ആ മിസ്രൈമിൽ പോവുകയാണ് ചെയ്തത്. अभी अकाल आते समय में वो लोग परमेश्वर की ओर मुंह फेरने के बदले वो लोग मिस्र पर आश्रय कर बैठते थे। എന്നാൽ മിസ്രൈം ദേശത്ത് നിന്ന് അവരെ ദൈവം മോശ മുഖാന്തരം വിടുവിക്കുന്നു. അതാണ് പിന്നെ മോശയ്ക്ക് കവനന്റ് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ഡിസ്പെൻസേഷൻ. तो उस युग का अंत के बाद परमेश्वर ने मूसा के द्वारा एक व्यवस्था बांध रहा है, वो है व्यवस्था, वो जो लॉ है। ആ വ്യവസ്ഥയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 19:1 മുതൽ കർത്താവ് കാൽവരി ക്രൂശിൽ എല്ലാം നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ആ നിവൃത്തിയായത് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കാര്യവും കർത്താവോട് നിവൃത്തീകരിച്ചു ആ ക്രൂശിൽ. അതുവരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. तो हम देखते हैं निर्गमन एक्सोडस 19 से लेकर वो प्रभु जब तक बोल रहे कि सब कुछ खत्म हो चुका है, तब तक है व्यवस्था का युग। അപ്പോൾ അവിടെ ദൈവ വ്യവസ്ഥ കൊടുക്കുമ്പോൾ, നീ ഇത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇത് നീ ചെയ്തില്ലെങ്കിൽ നീ ശാപഗ്രസ്തമായി തീരും, ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇത് നീ ലംഘിച്ചാൽ നീ ശാപഗ്രസ്തമായി തീരും. तो प्रभु हमेशा व्यवस्था में बोलता था, अगर ये तू करेगा, ये तू व्यवस्था तू पालन करेगा तो तू आशीषित होगा, नहीं तो तू श्रापित हो जाएगा। ഈ വ്യവസ്ഥയുടെ കാര്യം കൊടുത്തു കഴിയുമ്പോഴാണ് ദൈവം യാഗങ്ങളെ അവിടെ നിയമിക്കുന്നു, പുരോഹിതന്മാരെ കൊടുക്കുന്നു, പിന്നെ ഇതിനുള്ള പ്രതിവിധി അവിടെ കാണുന്നു. അങ്ങനെ ദൈവം ഈ ന്യായപ്രമാണം സ്ഥാപിച്ചതോടെയാണ് ഈ യാഗങ്ങളും പുരോഹിതന്മാരെയൊക്കെ ദൈവം കൊടുക്കാൻ ഇടയാക്കുന്നത്. तो ये व्यवस्था के आधार पर है, परमेश्वर बहुत बलिया देता है, वो बहुत सारा आज्ञाएं देता है, तो ये व्यवस्था के नींव पर है वो सब। സമയം അതിക്രമിച്ച് പോകുന്നു, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ആ നിയമത്തിൻ്റെ അവസാനം കർത്താവ് ദൈവം നമ്മളോട് കൃപ കാണിച്ചു, തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് നമ്മൾ കൃപായുഗം എന്ന് പറയുന്നത്. तो अनुग्रह का युग का खासियत यह है कि परमेश्वर ने हमारे ऊपर करुणा दिखाया और अपना ही पुत्र को बेचकर वो व्यवस्था का पालन किया। ഈ പുത്രനാണ് എല്ലാ ന്യായപ്രമാണവും നിവർത്തിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ഏക മനുഷ്യൻ എന്ന് പറയുന്നത്. तो ये पुत्र ही है, केवल सारा व्यवस्था को पालन कर पूर्ण रीति से, शुद्ध रीति से वो जीकर उसने पालन कर खत्म पूर्तिकरण किया। മത്തായി സുവിശേഷം 5:17 മുതൽ 19 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. റോമർ 10:4 ദൈവം പറയുന്നത് അത് തന്നെയാണ്. യേശുക്രിസ്തു ഒരിക്കലും ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും
ന്യായപ്രമാണം നിവർത്തിച്ച ഏക മനുഷ്യനും കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യർക്ക് അത് നിവർത്തിക്കാൻ കഴിയുകയില്ല, തന്റെ പുത്രൻ മാത്രമേ അത് നിവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന്. तो मत्ती 5 का 17 और 19 जब पढ़ते समय में उधर सब ये विषय में लिखा गया है कि मसीह जब भी आया, मसीह व्यवस्था को हटाने के लिए नहीं आया पर व्यवस्था को पालन कर कर पूर्तिकरण करने के लिए आया। तो मसीह क्या, प्रभु यीशु मसीह क्या किया, वो सारा व्यवस्था को पूर्तिकरण कर कर वो खत्म, वो उसको सारा पूर्तिकरण पालन कर कर पूर्तिकरण कर कर उसने अनुग्रह को लाया। ഈ കാലഘട്ടത്തിലെ പരാജയം മനുഷ്യർക്ക് പറ്റുന്നത് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ആണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ പരാജയം എന്ന് പറയുന്നത്. ഈ കൃപയെ അവൻ സ്വീകരിക്കുന്നില്ല, അതാണ് അവന്റെ പരാജയം എന്ന് പറയുന്നത്. तो अभी ये इस युग में, ये अनुग्रह का युग आने के बाद भी मनुष्य का हार का अवस्था क्या है कि मनुष्य अभी ये अनुग्रह में मसीह को नहीं स्वीकारते, वही मनुष्य का हार है. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ അവർ പ്രവാചകന്മാരെ കൊന്നു എങ്കിൽ ഈ കൃപയുടെ കാലത്തിൽ ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നതാണ് മനുഷ്യന്റെ ന്യായവിധി എന്ന് പറയുന്നത്. तो इस युग में मनुष्य का न्याय, पुराने समय में न्याय हम देखे बहुत सारे न्याय थे, पर अभी इस युग में मनुष्य का न्याय क्या है कि इस मसीह को जो प्रभु ने अनुग्रह में दिया है, इस मसीह को ठुकराने वाले हर एक व्यक्ति को परमेश्वर का न्याय भुगतना पड़ेगा. ഈ യുഗത്തിന്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നാണ് പറയുന്നത്. तो ये युग का पूर्तिकरण क्या है, विश्वास के द्वारा धर्मी ठहराए हुए, विश्वास के द्वारा अनुग्रह से धर्मी ठहराए हुए लोग. കാണാതെ വിശ്വസിച്ചു അവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഈ ഭാഗ്യവാൻ അവസ്ഥയിലേക്ക് നമ്മളെ അവിടുത്തെ ആത്മാവ് നമ്മളെ പ്രവേശിപ്പിച്ചു. നമുക്കുള്ള പ്രതിഫലം ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം മക്കളെ മറന്നു പോകരുത് എന്ന് आग्रह. प्रिय परमेश्वर के बच्चों, ये बात बोले ना कि परमेश्वर ने ये वादा किया है कि जो ना देखे विश्वास करेंगे तो उनका अनुग्रह एकदम अधिक है. वो परमेश्वर का वो वादा अभी भी हमेशा हमारे ऊपर रहेगा करके हम ना भूलना. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 1000 ആണ്ട് വാഴ്ചയാണ് ദൈവത്തിന്റെ മിലേനിയത്തിന്റെ അവസാന ഡിസ്പെൻസേഷൻ എന്ന് പറയുമ്പോൾ. तो हमारे वचन के अनुसार एकदम अंतिम युग जब भी हम बोलते समय में वो 1000 साल जब भी परमेश्वर राज्य स्थापना करेगा, वो युग का अंत हम देखते हैं. അവിടെ കാണാതെ വിശ്വസിക്കുക എന്നുള്ളതല്ല, കണ്ടുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെയും സഭയുടെ ഒരു പ്രത്യേക റോളുണ്ട് സഭയ്ക്ക്. तो ये जो 1000 साल का ये युग में, ये अभी का युग में कैसे हम देखे बिना परमेश्वर को विश्वास करते, प्रेम करते, पर ये 1000 साल के युग में क्या होगा कि लोग देखकर परमेश्वर का महिमा करेंगे और प्रभु का धन्यवाद करेंगे. ദാവീദ് 12 കൊല്ലങ്ങളെ ഇസ്രായേലിനെ ഭരിക്കുമ്പോൾ ദേശത്തെ അല്ലെങ്കിൽ ജാതികളെ സഭയാണ് ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. तो इसमें റോളാണ് സഭയ്ക്ക് 1000 ആണ്ട് വാഴ്ചയിൽ സഭയ്ക്കുള്ളത്. അവന് പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്തം എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ കൃപയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ വിശ്വസ്തയോടെ ഈ കൃപയെ നമ്മൾ സ്വീകരിച്ച് മറ്റുള്ള ഈ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാണ്. तो ये जो 1000 साल का आशीष जो कलीसिया को जो मिल रहा है, कलीसिया को 1000 साल में बहुत बड़ा एक रिस्पॉन्सिबिलिटी, एक कार्य जो परमेश्वर सौंपने वाला है, वो ये है कि राज्य में जब भी दाऊद राजा बनकर राज्य करेगा, जब भी लोग दाऊद के पास आते समय में, इसराइल लोग जब भी इसराइल के बच्चे लोग जब भी दाऊद के पास आते समय में, अन्य जाति और सारे भूमंडल के लोग परमेश्वर का महिमा कलीसिया द्वारा देखेगी और परमेश्वर का महिमा करेगी. ഇതാണ് പ്രിയമുള്ളവരെ സഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. സഭ എത്ര ഉന്നതമാണ്, സഭ എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനം സ്വർഗീയമാണ്. ഈ സ്വർഗീയമായ മണ്ഡലത്തിലേക്കാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ കർത്താവിനെ നമുക്ക് ആരാധിപ്പാനും സ്തുതിപ്പാനും ഇടയായി തീർന്നതാണ് നമ്മുടെ അനുഗ്രഹം. ഈ അർത്ഥത്തിൽ നമുക്ക് ഈ ഡിസ്പെൻസേഷനെ മനസ്സിലാക്കുവാനും അതിനെ പഠിപ്പാനും कर्ताव धारावाहिक इड़ाकटन प्रार्थना। तो ये जो आशीष, ये जो भाग्य परमेश्वर कलीसिया को दिया है, कितना ऊंचा पदवी में हम कलीसिया को परमेश्वर ने रखा है, हमें स्वर्गीय अवस्था में परमेश्वर ने रखा है। उस बोध्य में हमें आकर परमेश्वर का धन्यवाद, परमेश्वर का आराधना स्तुति, ये बोध्य में हमें करना है कि परमेश्वर ये आशीष से, ये बड़ापन से, ये अवस्था में परमेश्वर कलीसिया को लाकर रखा है। 10 मिनट बढ़ गया, इसलिए क्षमा करना।